ഇനി എത്ര ആളുണ്ട് അവൻ? അടുത്ത മൂന്നാമത്തെ 20 മിനിറ്റ് ആയിട്ടോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഫസ്റ്റ് ടൈം വന്നത് ഹൈപ്പ് കേട്ടിട്ടാ, പക്ഷെ സെക്കൻഡ് ടൈം വന്നത് ആ ഫസ്റ്റ് ടൈം വന്നതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് കേട്ടോ. അപ്പൊ സ്ഥലം മനസ്സിലായില്ലേ? നമ്മൾ വീണ്ടും കുബാബയില് തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴാ വന്നിട്ടാന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ എമ്മ തിരക്കറിയോ? നമ്മൾ 20 മിനിറ്റ് താഴെ പേരെഴുതിയതിനു ശേഷം വെയിറ്റ് ചെയ്ത് അതിനുശേഷം മുകളിലെത്തി കഴിഞ്ഞപ്പോ 20 മിനിറ്റിന് മുകളിലായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്റെ കളി കണ്ടാ തോന്നുന്നു നമ്മളെക്കാളും തിരക്ക് ഓനാണ്. മെല്ലി ഇതാ നമ്മളെ സാധനം ഇവിടെ എത്തിട്ടോ. ഏകദേശം ഒരു അരമണിക്കൂറിന് മുകളിലായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യണ്. നമ്മളിവിടെ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള അൽഫാസ് ലൂപ്പ്, ഡൈനാമൈറ്റ്, ജമൈക്കൻ ജിൻ അല്ല ബീഫ് റിബു ആണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ഐറ്റം ഉണ്ടോ ഈ ഒരു അൽഫാസ് ലൂപ്പ്. അപ്പൊ നമുക്ക് കീമ തന്നെ തുടങ്ങാല്ലേ. ഈ ഒരു അൽഫാസ് ലൂപ്പിന് ഇത്രയും തോന്നെ ഫാൻ ബേസ് ഇട്ടാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു മസാല തന്നെയാണ് കേട്ടോ. അൽഫാസ് ലൂപ്പ് പറഞ്ഞാല് എന്റെ ഇവിടുത്തെ ഫേവറേറ്റ് ഐറ്റം ഉണ്ടോ ഈ ഒരു ജമൈക്കൻ ജിന്ന്. റൈസ് കൂടി കൂട്ടി ഒരു പിടി പിടിച്ചാലോ കിഡു സാധനമാണ്. ഡൈനാമൈറ്റിന്റെ മുകളിലേക്ക് മയോണൈസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ ആ ഒരു സ്പെഷ്യൽ റൈസും കൂടി കൂട്ടി ഒരു പിടി പിടിച്ചാലോ ലെവൽ സാധനമാണ്. ഇവിടുത്തെ ഈ റൈസിനുണ്ടല്ലോ എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ബിക്കോസ് നമ്മൾ ഇത് കഴിക്കുന്നേരം തന്നെ മനസ്സിലാവും അതിന്റെ ആ ഒരു ടേസ്റ്റ്. മണിക്കൂറുകളോളം സ്ലോ കുക്ക് ചെയ്തെടുത്ത ഈ ഒരു ബീഫ് റിബിനൊക്കെ ഈമ തന്നെ കാണാൻ കിട്ടും. ടൈം എടുത്ത് കുക്ക് ചെയ്തതിന്റെ ആ ഒരു തന്നെ. അപ്പൊ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ആ ഒരു ബീഫിന്റെ ടേസ്റ്റ് ഒക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല. ഇതിന്റെ ബാക്കിൽ ഈ ഒരു അവസ്ഥ കുബാബ തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഈ ഒരു അവസ്ഥ ആണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട് കുബാബിന്റെ ലൊക്കേഷൻ വരുന്നത് സ്റ്റേഡിയം ജംഗ്ഷനിൽ പുതിയറയിലേക്ക് പോകുന്നതിന് ലെഫ്റ്റ് സൈഡിൽ കാണാം കേട്ടോ.